ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യവിസ്മയങ്ങളിലേക്ക് സ്വാഗതം. വിശുദ്ധ മേരി ജോസഫ് റോസല്ലോ 1811 ജനിച്ച് 1880 നിത്യതയിലേക്ക് യാത്രയായ വിശുദ്ധ. ഇറ്റലിയിലെ ശ്രദ്ധേയമായ ഒരു മലമ്പ്രദേശമാണ് സവോണ. അതിന് സമീപത്തായിട്ട് പ്രകൃതിരമണീയമായ നാഗരികതയുടെ സ്പർശമില്ലാത്ത ഒരു ഗ്രാമപ്രദേശം ആൽബിസോള. നാഗരികതയുടെ സ്പർശനമില്ലാത്ത ഈ പുണ്യം നിറഞ്ഞ മണ്ണിൽ ഗ്രാമത്തിൻ്റെ ശാലീനതയിൽ പിറക്കാനുള്ള അവസരം ദൈവം കൊടുത്തു മേരി ജോസഫിന്. ബെനദേത്തോ എന്ന പേരിലാണ് അവൾ അറിയപ്പെട്ടത്. ബർത്തലോമിയോ മരിയ ദമ്പതികളുടെ 4ാമത്തെ മകളായിട്ട് അവൾ ജനിച്ചു. ബെനദേത്തോ കൊച്ചുമിടുക്കി, മാതാപിതാക്കളുടെ പരിചരണം, സ്നേഹം അനുഭവിച്ച് വളർന്നവൾ. സാമ്പത്തികമായ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്ന കുടുംബമാണെങ്കിലും ദൈവഭക്തിയിൽ വളർന്ന സ്നേഹമുള്ള നല്ല കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം അവൾക്ക് കൊടുത്തു. കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ശില്പകലയിൽ വ്യാപൃതരായിരുന്നു മാതാപിതാക്കൾ. ഈ ശില്പകല അവരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല, സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുടുംബം പുലർത്താനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. കളിമൺ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന ഈ വൈദഗ്ധ്യം കണ്ടറിഞ്ഞ് അവളും കൊച്ചു ബെനദേത്തയും വിശുദ്ധരുടെ രൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് പഠിച്ചു. അവർക്ക് ചെറുപ്പത്തിൽ സ്കൂളിൽ സമ്മാനം കിട്ടിയ വിശുദ്ധരുടെ ജീവചരിത്രം വലിയൊരു പുസ്തകം. പക്ഷേ ഈ സമ്മാനം കിട്ടിയ പുസ്തകം അവൾക്ക് ഒരു നിധി പോലെയായിരുന്നു. വായിക്കാൻ പഠിച്ചതോടുകൂടി വിശുദ്ധരെ അടുത്തറിയാനുള്ള ആഗ്രഹം അവൾക്കുണ്ടായി. വിശുദ്ധരെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും ധ്യാനിക്കാനും ചെറുപ്രായത്തിലെ അവൾ തീരുമാനിച്ചു. അങ്ങനെ വിശുദ്ധരുടെ രൂപം മനസ്സിൽ സൂക്ഷിച്ചു. വിശുദ്ധരുടെ രൂപങ്ങൾ മണ്ണുകൊണ്ടുണ്ടാക്കുന്നതിൽ അവൾക്ക് വലിയ കൗതുകവും സന്തോഷമായിരുന്നു. അങ്ങനെ പുണ്യവാന്മാരുടെ ഒരു നിരയിലേക്ക് വളരണം, പുണ്യവതികളുടെ നിരയിലേക്ക് വളരണം എന്നുള്ള ആഗ്രഹം കൊച്ചു ബെനദിക്തായുടെ മനസ്സിൽ ഉണ്ടായി. ബെനദേത്ത തൻ്റെ ജീവിതത്തിൽ വിശുദ്ധയാകാൻ ആഗ്രഹിച്ചവളാണ് ചെറുപ്പം മുതലേ. ഒരു ദിവസം അവൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് കടലിലെ ഓളങ്ങളും തിരകളും കണ്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അകലെയായിട്ട് നങ്കൂരമടിച്ചിരിക്കുന്ന കപ്പലുകൾ കണ്ടു. ഈ കപ്പലുകളൊക്കെ വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ളതാണെന്ന് അവൾക്കറിയാം. വിദേശങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷത്തിന് സാക്ഷിയാകണം, ഒരു വലിയ പ്രേക്ഷിതയാകണം, അക്കരയ്ക്ക് പോകണം, അന്യനാടുകളിലേക്ക് പോകണം എന്നൊക്കെയുള്ള കൊച്ചു ചിന്തകൾ അവളുടെ മനസ്സിൽ മുളച്ചു പൊന്തി. അങ്ങനെ വിദൂരങ്ങളിൽ പോയി മിഷണറി ആയിട്ട് ഈശോയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിക്കണമെന്നുള്ള ആ ചിന്തകളൊക്കെ അവളുടെ ഹൃദയത്തിൽ മൊട്ടിട്ട് വളരാനിടയായി. ആ കാലഘട്ടങ്ങളിൽ ബെനദേത്ത ഒരു കാര്യം അറിയുന്നുണ്ട്. ആ നാളുകളിൽ കാരുണ്യമാതാവിൻ്റെ കുറച്ച് ദൂരെയുള്ള ഒരു ദൈവാലയത്തിലേക്ക് തീർത്ഥാടക സമൂഹം പോവുകയാണ്. ഈ തീർത്ഥാടക സമൂഹത്തിൽ തനിക്കും ചേരണമെന്ന ആഗ്രഹം അവൾ അപ്പനോടും അമ്മയോടും ഒക്കെ പറയുന്നു. ചെറുപ്പമായിരുന്നതുകൊണ്ട് അവർ വിലക്കിയത് ബെനദേത്തയ്ക്ക് വലിയ സങ്കടമായി. ബെനദേത്ത ഒത്തിരി ആഗ്രഹിച്ച കാര്യമാണ്, കാരുണ്യമാതാവിനുള്ള ഭക്തി ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊരു തീർത്ഥാടനം പോകണം. പക്ഷേ അവൾക്കത് സാധിക്കാതെ വന്നതിൻ്റെ സങ്കടം മനസ്സിലൊതുക്കി. പക്ഷേ കൂട്ടുകാരികളെയൊക്കെ അടുത്ത ദിവസം വിളിച്ചു കൂട്ടിയിട്ട് തൊട്ടടുത്തുള്ള കാരുണ്യമാതാവിൻ്റെ പള്ളിയിലേക്ക് അവരുടേതായ രീതിയിലും സ്വഭാവത്തിലും ഒരു തീർത്ഥാടനം അവൾ രൂപം കൊടുക്കുകയാണ്. ഒരു കൊടിയൊക്കെ സംഘടിപ്പിച്ചു, മാതാവിൻ്റെ ഗീതങ്ങൾ ആലപിച്ചു, ഏതാനും പേരെ കൂട്ടി. അങ്ങനെ കുട്ടികളുടെ ഒരു സമൂഹം തീർത്ഥാടനമായിട്ട് അടുത്തുള്ള കാരുണ്യമാതാവിൻ്റെ ദൈവാലയത്തിലേക്ക് യാത്രയാകുന്നു. ഈ തീർത്ഥാടക സംഘം വരുന്നത് കണ്ടപ്പോഴേക്കും ദൈവാലയത്തിലെ ശുശ്രൂഷി കപ്പ്യാര് വിചാരിച്ചു പഴയ വലിയ തീർത്ഥാടക സംഘം തിരിച്ചു വരുന്നതാണ്. തീർത്ഥാടകരായ ആളുകൾ തിരിച്ചെത്തിയിരിക്കുന്നു വിചാരിച്ച് പള്ളിമണികളൊക്കെ മുഴക്കി പോലും. അപ്പോഴാണ് തിരിച്ചറിയുന്നത് ബെനദേത്തായുടെ കൊച്ചു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന്. ഏതാണെങ്കിലും അത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയായിട്ട് കാരുണ്യമാതാവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭക്തിയുടെ അടയാളം ഔദ്യോഗികമായിട്ട് അറിയിക്കപ്പെട്ടതുപോലെയായിരുന്നു ആ പള്ളിമണികൾ അവിടെ മുഴങ്ങിയിരുന്നത്. മാതാവിനോടുള്ള വലിയ ഭക്തി ബെനദേത്തായുടെ പ്രത്യേകതയായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. ബെനദേത്തായുടെ ജീവിതത്തിൽ വിത്തുകളെക്കുറിച്ച് അവൾ ധ്യാനിച്ചിരുന്നു. കാണുന്നവയൊക്കെ അവൾക്ക് ധ്യാനമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കണ്ടുമുട്ടിയാലും അവിടെയെല്ലാം ഒരു ധ്യാനം അവൾക്കുണ്ടായിരുന്നു.
വളരുന്ന പ്രായത്തിൽ കുറച്ചുകൂടി പ്രായമായപ്പോഴേക്കും അവൾ വിത്തുകളെ നോക്കി ധ്യാനിച്ചു. ഈ വിത്തുകളൊക്കെ മുളപൊട്ടി ചെടിയായി വളർന്ന് മുട്ടിട്ട് പുഷ്പിച്ച് ഫലങ്ങൾ പുറപ്പെടുവിക്കാനുള്ളതാണ്. അങ്ങനെ വലിയ ചെടികളും ഫലങ്ങളും ഉണ്ടാകുന്നത് പോലെ തന്നെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. വിത്തുകളെക്കുറിച്ചുള്ള ധ്യാനം തൻ്റെ ജീവിതത്തിൽ വിത്ത് പൊട്ടിവരുന്ന ആ വലിയ സാധ്യത ദൈവവിളിയെക്കുറിച്ചുള്ളൊരു ധ്യാനമായിട്ട് സാവധാനം അവളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് മോൺലിയോൺ ദമ്പതികൾ, മക്കളില്ലാത്ത ധനികരായ മോൺലിയോൺ ദമ്പതികൾക്ക് ഒരു സഹായിയെ ഭവനത്തിൽ ആവശ്യമുണ്ട് എന്ന ഒരു വാർത്തയെത്തുന്നത്. സാമ്പത്തികമായി ഞെരുക്കമുള്ള കുടുംബമായിരുന്നല്ലോ ബെനദേത്തായുടേത്. ശുശ്രൂഷിക്കുന്നതിൽ അവൾക്ക് വലിയ സന്തോഷമാണ്. അവൾ സ്വയം തീരുമാനിച്ചു, ഞാൻ ഏതാണെങ്കിലും ഈ ദമ്പതികളെ ശുശ്രൂഷിക്കാൻ, വൃദ്ധരായ വ്യക്തികളെ, മോൺലിയോൺ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ സമയം ചെലവഴിക്കാൻ തയ്യാറാണ്. മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി അവൾ ഈ ദമ്പതികളെ ശുശ്രൂഷിക്കാൻ പോകുന്നു. മോൺലിയോൺ പ്രായമായ വൃദ്ധനായ മനുഷ്യൻ. അദ്ദേഹം ഒരു മകളെപ്പോലെ ഇവളെ കരുതി. സ്വന്തം മാതാപിതാക്കളെ പോലെ അവൾ അവരെ ശുശ്രൂഷിച്ചു. അവരുടെ ആവശ്യങ്ങളിൽ എല്ലാമായി നിന്നു. രോഗാതുരമായ അവസ്ഥയിൽ, രോഗക്കിടക്കയിലൊക്കെ അവൾ ഒരു മാലാഖയെ പോലെ ശുശ്രൂഷിച്ചു. അവൾ സ്വർഗീയമായ ഒരു സന്തോഷം അതിൽ അനുഭവിച്ചു. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന മനസ്സോടുകൂടി അവൾ ആ കുടുംബത്തിൻ്റെ എല്ലാമായി മാറി. മോൺലിയോൺ ദമ്പതികൾക്ക്, മക്കളില്ലായിരുന്ന ദമ്പതികൾക്ക് ഒരു മകളെ ലഭിച്ച ആനന്ദമായി. അവരുടെ ഹൃദയം സന്തോഷിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് കുറേ നാളുകൾ മുൻപോട്ട് പോയപ്പോൾ, വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അവളുടെ മനസ്സിൽ ദൈവം ഒരു നിയോഗം കൊടുക്കുന്നു. ഇവിടെ തീരുന്നതല്ല നിൻ്റെ ജീവിതം, ഇനിയും ഏറെ നിനക്ക് ശുശ്രൂഷ ചെയ്യാനുണ്ട്. ആ ശക്തമായ പ്രചോദനം അവളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അവൾ ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, മോൺലിയോൺ ദമ്പതികളോട് പറഞ്ഞു, ഞാൻ തിരികെ പോകുന്നു, എനിക്ക് വലിയൊരു ദൗത്യമുണ്ട്. അപ്പോഴേക്കും ഈ ദമ്പതികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റിയിരുന്നു. അവർ കുറെ കൂടെ മെച്ചപ്പെട്ട തരത്തിലേക്ക് ആരോഗ്യപരമായിട്ട് വളർന്നിരുന്നു. ഇനി എൻ്റെ സഹായം ഇവിടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ സ്വന്തം ഭവനത്തിലേക്ക് യാത്രയാകുന്നു. പിന്നീട് കുറേയേറെ സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, വിയോഗങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അവളുടെ അമ്മ താമസിയാതെ തന്നെ രോഗാതുരിയായി മരണപ്പെടുന്നു. പിന്നെ സഹോദരനും ഇളയ സഹോദരിയും മരിക്കുന്നു. അധികം വൈകാതെ തന്നെ 1834 അപ്പൻ മരിക്കുന്നു. അങ്ങനെ മരണത്തിൻ്റെ ഒരു ഘോഷയാത്ര, ജീവിതത്തിൽ വലിയ സങ്കടങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടാകുന്നു. അവൾ ആകെപ്പാടെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. എല്ലാം കൈവിട്ടു പോകുന്ന പോലത്തെ അനുഭവം. തൻ്റെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കളൊക്കെ തന്നെ വിട്ട് യാത്രയായി. പക്ഷേ അവൾക്ക് ലഭിച്ചിരുന്ന ആത്മീയതയുടെ അഗ്നി അവളെ ആ ദുഃഖത്തിൽ നിന്നും പെട്ടെന്ന് കരകയറ്റുന്നു. അവൾ തിരിച്ചറിയുന്നു തനിക്ക് സമയമായിരിക്കുന്നു, തൻ്റെ ശുശ്രൂഷാ മേഖലകൾ തുടങ്ങാൻ കാലമായിരിക്കുന്നു. പക്ഷേ എന്ത്, എങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന നാളുകളിലാണ് സാവണയിലെ വിഖ്യാതനായ ബിഷപ്പ് അഗസ്റ്റിൻ ദിമാരി, അദ്ദേഹം ആ സവോണ രൂപതയുടെ മെത്രാൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ഒരു വത്സല പിതാവ്, പാവങ്ങളുടെ സ്നേഹിതൻ, എല്ലാവർക്കും എല്ലാമായി ജീവിച്ച ഒരു വിശുദ്ധനായ മെത്രാൻ. അദ്ദേഹം ഒരിക്കലൊരു ഗ്രാമപ്രദേശത്തൂടെ കടന്നു പോകുന്ന വഴി, ഒരു വഴിയിലെത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുന്നു കുറേയേറെ കുട്ടികൾ, പെൺകുട്ടികൾ പരസ്പരം കലഹിച്ചും മല്ലടിച്ചും ഏതോ വിനോദങ്ങളിൽ ഏർപ്പെട്ട് കഴിയുന്നു. പിതാവിന് വലിയ സങ്കടം തോന്നി. ഈ പെൺകുട്ടികളുടെ അടുത്ത് ചെന്നിട്ട് അവരെ ഉപദേശിച്ചു, നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചു കളയാനുള്ളതല്ല, വഴക്കടിച്ചും ഇല്ലെന്നായി നശിപ്പിക്കാനുള്ളതല്ല, പഠിക്കണം, ഉയരണം, നല്ലവരാകണം. പക്ഷേ ഈ പെൺകുട്ടികൾ പിതാവിനെ പരിഹസിച്ചുകൊണ്ട് ഓടിയകന്നു. അദ്ദേഹത്തിന് വലിയൊരു വിഷമമായി മാറിയത്, വല്ലാത്തൊരു വ്യഥ. എങ്ങനെങ്കിലും ഇത്തരം പെൺകുട്ടികളെ, ഈ തെരുവിൻ്റെ പുത്രിമാരെ രക്ഷിക്കാനായിട്ടൊരു സംരംഭം ഉണ്ടാവണം. ഈ തെരുവിൻ്റെ മക്കൾ ഇങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല, അവരും ദൈവത്തിൻ്റെ മക്കളാണ്. അദ്ദേഹത്തിൻ്റെ ഈ സങ്കടവും വേദനയും ആഗ്രഹവും എല്ലാം ഒരു വാർത്ത പോലെ ആ നാട്ടിലെങ്ങും പ്രചരിച്ചു. സവോണയിലെ മെത്രാൻ്റെ ആഗ്രഹം ബെനദേത്തായുടെ മനസ്സിലേക്കും എത്തുന്നു. ബെനദേത്ത തിരിച്ചറിയുന്നു, ഒരുപക്ഷെ എന്നെ ആയിരിക്കും ദൈവം അതിനുവേണ്ടി വിളിക്കുന്നത്, പിതാവിലൂടെ എനിക്ക് ദൈവനിയോഗം തരുകയായിരിക്കും. അവൾ വൈകാതെ തന്നെ പിതാവിനെ കാണുന്നു. അങ്ങയുടെ ആഗ്രഹം, അങ്ങയുടെ വേദന ഞാൻ തിരിച്ചറിയുന്നു, എന്തുകൊണ്ട് എനിക്ക് എന്നാലാവുന്ന വിധം ഈ വഴിയിൽ തിരിഞ്ഞുകൂടാ. പിതാവിന് സന്തോഷമായി. ഈ കുട്ടിയെക്കുറിച്ച് അറിഞ്ഞിരുന്ന, ഇവളുടെ സ്വഭാവസിദ്ധിയെ മനസ്സിലാക്കിയിരുന്ന സവോണയിലെ മെത്രാൻ ദിമാരി ഈ മകളോട്, ബെനദേത്തായോട് പറഞ്ഞു, മോളെ, നിന്നെ ദൈവം വിളിക്കുന്നുണ്ടാവും, പക്ഷെ നീ തന്നെ പോരാ, നിന്നോടൊപ്പം കുറച്ച് കൂട്ടുകാർ കൂടി വേണം. അവൾക്ക് സന്തോഷമായി. അവളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പെൺകുട്ടികളെയൊക്കെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നമുക്കൊരു ദൗത്യമുണ്ട്, ഈ ദൗത്യം പിതാവിലൂടെ ദൈവം നമ്മളിൽ ഏൽപ്പിക്കുകയാവും. ഏതാനും കുട്ടികൾ പിതാവിനെ കാണാനെത്തുന്നു. പിതാവ് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു.
അവരെ താമസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടിയിട്ട്, കർത്താവിൻ്റെ വിളിയും വഴിയും നിയോഗവും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരു കൊച്ചു വീട് സമ്മാനിക്കുന്നു. അങ്ങനെ ഒരു കൊച്ചു സമൂഹമായിട്ട് ഒരു വീട്ടിൽ ഏതാനും യുവതികൾ തങ്ങളുടെ വലിയ ഒരു ദൗത്യവും വിളിയും മുൻപിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങുകയായി. 1837 ഓഗസ്റ്റ് 10 ഈ കൊച്ചു വീട്ടിൽ ബെനദേത്ത തൻ്റെ കൂട്ടുകാരികളോടൊപ്പം ആദ്യ ദൗത്യത്തിന് ആരംഭം കുറിക്കുന്നത്. 1837 ഒക്ടോബർ 22 പിതാവ് ഇവരെക്കുറിച്ചുള്ള ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വലിയ നിയോഗവും വിളിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് സഭാവസ്ത്രം നൽകുന്നു. കാരുണ്യമാതാവിൻ്റെ പുത്രിമാർ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ കാരുണ്യമാതാവിൻ്റെ പുത്രിമാർ എന്ന സന്യാസ സമൂഹത്തിന് അവിടെ രൂപം കൊള്ളുകയായി. ഈ സന്യാസ സമൂഹം സാവധാനം കൂടുതൽ അംഗങ്ങൾ പങ്കുചേരുന്നു. അങ്ങനെ അതിൻ്റെ വളർച്ചയുടെ വഴിയിൽ മുൻപോട്ട് നീങ്ങുന്നു. ബെനദേത്ത മേരി ജോസഫ് എന്ന പേരിൽ സഭാവസ്ത്രം സ്വീകരിച്ചു. മേരി ജോസഫ് റോസെല്ലോ. മേരി ജോസഫ് തൻ്റെ ദർശനങ്ങൾ കർത്താവിൻ്റെ വഴികളോട് ചേർത്ത് വായിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും പദ്ധതിയും ഈ സമൂഹത്തിലൂടെ എങ്ങനെ പൂർത്തിയാക്കണം, എന്താണ് ദൗത്യം എന്നൊക്കെ അവൾ തിരിച്ചറിയുന്നു. ലോകത്തെ മുഴുവനും ആശ്ലേഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, ലോകത്തെ മുഴുവനും ആശ്ലേഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യാൻ മാത്രം വിശാലമായ കരങ്ങൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വേദനിക്കുന്നവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണം. തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തെരുവിലെ സഹോദരിമാർക്ക് വേണ്ടി പലതും അവൾ ആരംഭിച്ചു. അശരണരായ ആളുകൾ, അംഗവിഹീനരായ ആളുകൾ, ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദുഃഖങ്ങളിൽ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയായി. ദൈവം ആ സമൂഹത്തെ വളർത്തി. അത് വിവിധ വിഭാഗങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ധാരാളം അംഗങ്ങൾ ആ സന്യാസ സമൂഹത്തോട് ചേർന്നിട്ട് പിന്നീടത് വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. നിരവധിയായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു സന്യാസ സമൂഹമായിട്ടത് രൂപപ്പെട്ടു വന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സവിശേഷമായ വിളി സ്വീകരിച്ചുകൊണ്ട് മേരി ജോസഫ് റോസെല്ലോ തൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നു. ഈ വ്യക്തി തമ്പുരാൻ്റെ സവിശേഷമായ ഒരു അടയാളമായിരുന്നു. കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു. കരുണയോടുകൂടി അവൾ എല്ലാത്തിനെയും കണ്ടു. ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആ സ്നേഹവും കരുണയും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ആവോളം അത് പങ്കുവെച്ചു കൊടുക്കുക. അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടിരുന്ന ആഫ്രിക്കൻ പെൺകുട്ടികളെ ഈജിപ്തിലെ അടിമച്ചന്തയിൽ നിന്നും മോചിപ്പിച്ചെടുക്കാൻ, തിരികെ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുവാനുള്ള സംരംഭങ്ങളിൽ വൈദികരോട് ചേർന്നുകൊണ്ട് അവളും അവളുടെ സമൂഹവും പ്രവർത്തിച്ചു. മദർ മേരി ജോസഫ് എല്ലാത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻപോട്ട് നീങ്ങി. ഏതെല്ലാം മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലാമോ അവിടേക്കെല്ലാം ഇറങ്ങിച്ചെന്നു. ആതുര സേവനത്തിന് വേണ്ടി വേദനിക്കുന്ന ജീവിതങ്ങളിലേക്കൊക്കെ അവൾ ഇറങ്ങിച്ചെന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾ തൻ്റെതായി തിരിച്ചറിഞ്ഞു. കാരുണ്യത്തിൻ്റെ ഒരു അടയാളം പോലെ ശോഭിതമായിരുന്നു ആ ജീവിതം. അങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലെ അത്ഭുതകരമായ അടയാളമായിട്ട് മദർ മേരി ജോസഫ് റോസെല്ലോ തമ്പുരാന് തന്നെ സമർപ്പിച്ചു. വൈദികർക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ആ സമൂഹം പ്രാർത്ഥിച്ചു. വൈദികരുടെ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളും സ്ഥാപനങ്ങളും അവൾ ആരംഭിച്ചു. അങ്ങനെ സഭയുടെ മുഴുവനായൊരു നവീകരണത്തിന് ശ്രമം നടത്തിക്കൊണ്ട് സഭയെ നവീകരിക്കുവാൻ, സമൂഹത്തെ ഉദ്ധരിക്കുവാനുള്ള തീക്ഷ്ണമായ താല്പര്യത്തോടുകൂടി അവൾ സ്വയം സമർപ്പിച്ചു. മേരി ജോസഫ് റോസെല്ലയുടെ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ കൃപയുടെ ഒരു അടയാളമായിരുന്നു. കൃപയുടെ നീർച്ചാല് പോലെ അവൾ ലോകത്തിലൂടെ ഒഴുകുകയാണ്. തിരുസഭയുടെ വളർച്ച, എല്ലാ തരത്തിലുമുള്ള വിശുദ്ധിയിലുള്ള വളർച്ച, ഇതെല്ലാം അവൾ സ്വപ്നം കണ്ടു. 1880 ഡിസംബർ 7 ആ ധന്യമായ ജീവിതം നിത്യതയിലേക്ക് യാത്രയായി. ആ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവും മരണശേഷവും തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം കുഴിമാടം തുറന്നപ്പോൾ അക്ഷയമായ അവസ്ഥയിൽ സൗരഭ്യത്തോടും സൗന്ദര്യത്തോടും കൂടി ആ ശരീരം കാണപ്പെട്ടു. ഇന്നും സവോണയിലുള്ള ജനറലേറ്റിൽ, കാരുണ്യ മാതാവിൻ്റെ മക്കളുടെ ആസ്ഥാനമായ ജനറലേറ്റിൽ സ്ഫടിക പേടകത്തിൽ അഴുകാത്ത ആ ശരീരം സൂക്ഷിക്കപ്പെടുന്നു. ആ ധന്യമായ ജീവിതത്തെ അടുത്തറിയാനും ആ ജീവിതത്തിൻ്റെ വിശുദ്ധമായ നാൾവഴികളിലൂടെ നടക്കാനും നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കാം. വിശുദ്ധ മേരി ജോസഫ് റോസെല്ലോ കാരുണ്യത്തിൻ്റെ അടയാളമായിരുന്നു. മിശിഹായുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ഒരു പതിപ്പായി അവൾ മാറി. മിശിഹായെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല നിർവചനമെന്ന് വേദഗ്രന്ഥ പണ്ഡിതന്മാർ പറയും, ബൈബിൾ പണ്ഡിതന്മാർ പറയും,
ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ എംബോഡിമെൻറ്റ് ഓഫ് ദി കമ്പാഷൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ആരൂപമാണ് മിശിഹ. കരുണാർദ്രമായ സ്നേഹമാണ് മിശിഹായുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം. ഈ കരുണയുടെ സുവിശേഷം ജീവിക്കുവാനുള്ള വിളി സകല മനുഷ്യർക്കുമുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അടിസ്ഥാനപരമായി വിളിക്ക് ഉത്തരം കൊടുക്കാനുണ്ട്. എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് കരുണയുടെ ഒരു ജീവിതശൈലിയിലേക്കാണ്. കരുണ ദൈവികമായ ഒരു ഭാവമാണെന്നർത്ഥം. പക്ഷേ എന്തുകൊണ്ടൊക്കെയോ കരുണയുടെ ഭാവങ്ങളൊന്ന് കൈവിട്ടു പോകുന്നു. വല്ലാതെ ദൈവത്തിൻ്റെ നാമത്തിൽ പോലും ക്രൂരത വളർന്നു വരുന്നു, വർഗീയത വളർന്നു വരുന്നു. വളരെ പൈശാചികമായ രീതിയിൽ മനുഷ്യനെ വകവരുത്തുന്ന, ഇല്ലെന്നാക്കുന്ന പ്രവൃത്തികളിലേക്ക് പോലും ദൈവനാമത്തിൽ ആളുകൾ എത്തിച്ചേരുന്നത് എത്രയോ വലിയ വൈരുദ്ധ്യമാണിത്. ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ കരുണയുടെ സുവിശേഷം ജീവിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ഇന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. സഭയുടെ അമരത്തിരുന്നുകൊണ്ട് നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണയുടെ വർഷത്തിൻ്റെ പ്രഖ്യാപനം അറിയിച്ചു കഴിഞ്ഞു. കരുണയുടെ ഒരു വർഷം പിറക്കാൻ പോകുന്നു. ഈ കരുണയുടെ വർഷത്തിൽ സുവിശേഷത്തിലെ കാരുണ്യത്തിൻ്റെ മിശിഹായെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും ജീവിക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. കരുണ അത് ദൈവിക ഭാവമാണെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാവമായിട്ട് അതിനെ നാം മാറ്റേണ്ടിയിരിക്കുന്നു. വളരെ ക്രൂരമായൊരു ഫലിതം ഈ കഴിഞ്ഞയിടയിൽ വായിക്കാനിടയായത് ഓർക്കുന്നു. ഗുരു ഒരു പുഴയോരത്തിരുന്നു കൊണ്ട് ധ്യാനത്തിലാണ്. ആ പുഴയിലേക്ക് കുളിക്കാനെത്തുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് വഴുതി പുഴയിലേക്ക് വീഴുന്നു. നീന്തൽ അറിയത്തില്ലാത്ത അയാൾ വിളിച്ച് അലറിക്കരയുകയാണ്, ഞാൻ മുങ്ങിത്താഴുന്നു, എന്നെ രക്ഷിക്കണേ, എനിക്ക് നീന്തൽ അറിയില്ല. ഈ അലറിക്കരയുന്ന സ്വരം കേട്ടിട്ട് കണ്ണു തുറന്ന ഗുരു ദേഷ്യത്തോടു കൂടി അവനോട് പറയുക, ശാന്തനായിരിക്കടാ, എനിക്കും നീന്താൻ അറിയത്തില്ല, എന്നിട്ട് ഞാൻ നിന്നെപ്പോലെ അലറിക്കരയുന്നില്ലല്ലോ. എത്ര കഠിനമായ പ്രയോഗങ്ങൾ! മനുഷ്യനെ തിരിച്ചറിയാൻ വയ്യാത്ത ആത്മീയത, മനുഷ്യനെ തിരിച്ചറിയാൻ വയ്യാത്ത ആത്മീയത. ദൈവം മനുഷ്യനിലേക്കാണ് ഒരാളെ നയിക്കുന്നത്. ദൈവത്തെ അറിയുന്ന മനുഷ്യൻ മനുഷ്യൻ്റെ വേദനകൾ അറിയുന്നു, അവനെ തിരിച്ചറിയുന്നു, അവൻ്റെ ആവശ്യങ്ങൾ അറിയുന്നു. ദൈവികത, ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് മനുഷ്യനിലേക്കുള്ള ഒരു വളർച്ചയാണ്. അവൻ്റെ ആവശ്യങ്ങളിലേക്ക് കരുണാർദ്രമായ ഹൃദയത്തോടെ കടന്നു ചെല്ലുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വേദഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ ഭാവങ്ങൾ എത്രയോ വ്യക്തമാണ്. മോശ ഒരിക്കൽ ദൈവത്തോട് പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം. മോശ ദൈവത്തോട് പറയുന്നുണ്ട്. ദൈവവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരുന്ന മോശ, ദൈവത്തെ ശ്രവിച്ചിരുന്ന, ദൈവത്തിൻ്റെ ഹൃദയം അറിഞ്ഞിരുന്ന മോശ ദൈവത്തോട് പറയും, എനിക്കങ്ങയോട് വലിയ സ്നേഹമാണ്, പക്ഷേ എനിക്കങ്ങയെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല, ഒന്ന് കാണണമെന്നുണ്ട്. ദൈവം പറഞ്ഞു മോശയോട്, നിനക്കെന്നെ കാണാനായിട്ട് സാധ്യമല്ല, എന്നെ നീ കണ്ടു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും. മോശയ്ക്കത് തൃപ്തിയായില്ല. മോശ പറഞ്ഞു, സാരമില്ല, എനിക്കങ്ങയെ കാണണം, നിർബന്ധമാണെങ്കിൽ ഞാൻ കടന്നു പോകും, അപ്പോൾ പിന്നിൽ നിന്ന് നോക്കിയാൽ നിനക്കെൻ്റെ പുറം കാണാൻ പറ്റും. ഞാൻ കടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നൊരു കാഴ്ച മാത്രം നിർബന്ധമാണെങ്കിൽ. ദൈവം മോശയെ കണ്ണ് തുറന്ന് നേരത്തെ തന്നെ നോക്കാതിരിക്കാൻ വേണ്ടി ഒരു പാറയിടുക്കിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവൻ്റെ കണ്ണുകൾ അവനിൽ നിന്നും, കാഴ്ച അവനിൽ നിന്നും മറയ്ക്കപ്പെട്ടു. പാറയുടെ ഇടുക്കിൽ നിന്നും അവൻ ദൈവത്തെ കാണാൻ, മുൻഭാഗം കാണാൻ വയ്യാത്ത വിധം അവൻ്റെ കണ്ണുകൾ മറച്ചു. എന്നിട്ട് ദൈവം കടന്നു പോവുകയാണ്. കടന്നു പോകുന്ന വഴിയിൽ അവിടെ നിന്നൊരു കാര്യം ഉദ്ഘോഷിച്ചു, അദോണായി അദോണായി എൽ റാഹും. ഹെബ്രായ ഭാഷയിൽ അത് അങ്ങനെയാണ്, അദോണായി അദോണായി എൽ റാഹും. പുറപ്പാട് പുസ്തകം 34:6. മനോഹരമാണത്. ലോർഡ് ലോർഡ് ഗോഡ് ഹു ഈസ് കമ്പാഷനേറ്റ്, ദ ലോർഡ് ഗോഡ് ഹു ഈസ് കമ്പാഷനേറ്റ് എന്നതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കരുണാർദ്ര സ്നേഹം എന്ന മലയാളത്തിലേക്കും പരിഭാഷ. പക്ഷേ അതിൻ്റെ അർത്ഥം അവിടെ ഒന്നും പൂർണ്ണമാകുന്നില്ല. റാഹും എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു പദം. ആ വാക്കിൻ്റെ അർത്ഥം അമ്മയുടെ ഗർഭപാത്രം, മദേസ് ഊം. അമ്മയുടെ ഗർഭപാത്രത്തിന് തുല്യമാണ് ഞാൻ നിനക്ക്. അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ശിശുവിന് എല്ലാം നൽകുന്നത്, പോഷണം നൽകി അതിനെ വളർത്തുന്നത് മുഴുവനും അമ്മയാണ്. അമ്മയുടെ ജീവിതം തന്നെയാണ് അതിൻ്റെയും ജീവിതം. അമ്മയുടെ ഗർഭപാത്രത്തിലുള്ളൊരു ശിശുവിനെ പോലെ നിന്നോടുള്ള കരുതൽ എനിക്കുണ്ട് എന്നാണ് ദൈവം പറയുന്നത്. ഈ കരുണാർദ്ര സ്നേഹത്തിൻ്റെ അത്രയും അഗാധമായ ഭാവങ്ങളാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ ഈശോയാണല്ലോ അതിൻ്റെ പൂർണ്ണത. അവൻ എത്രയോ ആർദ്രമായ ഹൃദയത്തോടു കൂടിയാണ്, മിഴിനീരോടുകൂടിയാണ് പലരുടെയും സമീപിക്കുന്നത്. വിധവയുടെ ഏകമകൻ മരിച്ചു. അവനെയും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നു. എതിരെ ചെല്ലുന്ന മെസ്സിഹായുടെ കണ്ണ് നിറയുന്നു. അവൻ അവിടെ ആ വിലാപയാത്ര തടഞ്ഞു നിർത്തിയിട്ട് മൃതമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് പറയുന്നു, നിനക്ക് ജീവനുണ്ടാവട്ടെ.
അവനെ എഴുന്നേൽപ്പിച്ച് തിരികെ കൊടുക്കുന്നു. മിശിഹായുടെ മെഴി നിറയുന്നുണ്ട്. പലപ്പോഴും മിശിഹായുടെ മെഴി നിറയുന്നുണ്ട് വേദനകളുടെ മധ്യേ, വേദനിക്കുന്നവരെ കാണുമ്പോൾ. ലാസറിൻ്റെ മരണത്തിൽ അവൻ കരഞ്ഞു. ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിലും ഈശോ തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന വലിയ പുരുഷാരത്തെ കാണുന്നുണ്ട്. അവർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, തൻ്റെ വചനം കേൾക്കാൻ കൂടിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ കൂടിയിരിക്കുന്നത്. ശിഷ്യന്മാരൊന്നും അതിനെക്കുറിച്ച് അറിയുന്നില്ല. പക്ഷേ കർത്താവ് പറയുന്നു, അവരോട് അനുകമ്പ തോന്നിയിട്ട് ഇവരൊക്കെ തിരികെ പോകുന്ന വഴിയിലെങ്ങാനും വീണെങ്കിലോ അപായപ്പെട്ടെങ്കിലോ, അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ കരുണയുള്ള ഹൃദയത്തിനെ അവരനോടുള്ള ഈ കരുതലുള്ളൂ. അവനെ അറിയാൻ പറ്റുകയുള്ളൂ, അവന് കൊടുക്കേണ്ടത് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഈ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പുറങ്ങളാണ് നമ്മൾ ജീവിക്കേണ്ടത്. മിശിഹായുടെ കരകവിയുന്ന കാരുണ്യത്തിൻ്റെ ഹൃദയഭാവങ്ങൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ, അത് കുടുംബത്തിൽ തന്നെ ആരംഭിച്ചിട്ട് ചുറ്റുവട്ടങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമാകുന്നത്. കരുണ കൈവിട്ടു പോകുന്നു. കരുണയുടെ ഉറവച്ചാലുകൾ നമ്മൾ ഇന്ന് കുഴിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഓർമ്മിക്കുന്നുണ്ട്, ഹോളി സ്പിരിറ്റ് സന്യാസമൂഹത്തിൽപ്പെട്ട മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരി, ഒരു സന്യാസിനി പറഞ്ഞൊരു അനുഭവം. അവിടെ വിവിധങ്ങളായ ശുശ്രൂഷകളിൽ വ്യാപൃതരായിരിക്കുന്നു. ആ വേളയിൽ അവിടെ നടത്തുന്ന ഒരു ഓർഫനേജിൻ്റെ വാർഷിക സമ്മേളനത്തിൽ, ആഘോഷമായ സമ്മേളനം, അതിലേക്ക് പല VIP-കളെയും ക്ഷണിച്ചിട്ടുണ്ട്. പല VIP-കളും ആ സമയത്തെത്തുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ നാട്ടിലുള്ള അവഗണിക്കപ്പെട്ട ഹിജ്ഡകളെ, ആണും പെണ്ണുമല്ലാതെ ജീവിതം വെറുക്കപ്പെട്ട രീതിയിൽ, എല്ലാവരാലും വെറുക്കപ്പെട്ട രീതിയിൽ ജീവിതം തള്ളിക്കളയുന്ന ഒരു കൂട്ടം മനുഷ്യർ, കരുണ പറ്റാത്ത, കരുണയുടെ ഉറവച്ചാലുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ സന്യാസിനി അവരെയും വിളിച്ചു. ഈ ആഘോഷത്തിലേക്ക് നിങ്ങളൊക്കെ വരണം. നിധി കിട്ടിയതുപോലെയായിരുന്നു അവർക്കത്. വലിയ സന്തോഷത്തോടുകൂടി അവരൊക്കെ എത്തി. വെറും കൈയോടെയല്ല അവർ വന്നത്, മറ്റു പലരും വന്ന പോലെ. അവർ വന്നത് തങ്ങൾക്ക് ഭിക്ഷ തണ്ടി കിട്ടിയ രൂപയിൽ 5000 രൂപയും കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഓരോ കേക്കുമായിട്ടാണ് അവരവിടെ എത്തിയത്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ട് അവരുടെ മുമ്പിൽ തൊഴുതു നിന്നിട്ട്, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ദൈവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ കടന്നുപോയി. ഇനിയും ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കരുണയുടെ ഉറവച്ചാലുകൾ കുഴിച്ചെടുക്കണം ഹൃദയത്തിൽ. കരുണയുള്ള ഹൃദയം ധാരാളം ആളുകളെ തമ്പുരാനിലേക്ക് നയിക്കും. ആ ഹിജ്ഡകൾ, അവഗണിക്കപ്പെട്ട സഹോദരങ്ങൾ, അവർക്കതൊരു പുത്തൻ ഉണർവായിരുന്നു, പുതുജീവനായിരുന്നു. അവരും ദൈവത്തെ കാണുന്നു, അവരും ദൈവത്തിലേക്ക് അടുക്കുന്നു, ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നു, തങ്ങൾക്കും വിലയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇതല്ലേ സുവിശേഷ സാക്ഷ്യം? അതുകൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളിൽ കരുണയുടെ സുവിശേഷമായിട്ട് അവതരിക്കാൻ കഴിയുമ്പോൾ, പുണ്യവതിയായ മേരി ജോസഫ് റോസല്ലോ പഠിപ്പിക്കുന്ന ആ ജീവിതത്തിൻ്റെ ശൈലികൾ നമുക്കും പാഠമാകുന്നു. മിശിഹ കരുണയുടെ ആൾരൂപം, അവിടുത്തെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ, അവൻ്റെ കരുണയുടെ സുവിശേഷം തീഷ്ണതയോടുകൂടി ജീവിക്കാൻ, വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ഇടപെടലുകളിൽ, ജോലിയിടങ്ങളിലൊക്കെ കരുണയുടെ അടയാളങ്ങളായി നമ്മളെ തന്നെ രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അറിയാതെ നമ്മളൊക്കെ സുവിശേഷത്തിൻ്റെ സാക്ഷികളാകും. യഥാർത്ഥ മനുഷ്യത്വത്തിലേക്ക് വളരും. അവിടെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിച്ചറിയാനും വലിയ സമാധാനവും ശാന്തിയും അനുഭവിച്ചറിയാനും നമുക്കൊക്കെ കഴിയും. ഈ ഒരു സ്വർഗീയമായ വിളി സ്വീകരിച്ചുകൊണ്ട് നമുക്കും ഈ വഴിയിൽ കരുണയുടെ അടയാളങ്ങളായി മാറാം. കരുണയുടെ സുവിശേഷം വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് ജീവിക്കാം. ആരെയും മാറ്റി നിർത്താതിരിക്കാം. എല്ലാവരോടും കരുണയോടുകൂടി വർത്തിക്കാം. കഠിന ഹൃദയരോട്, പാപികളോട്, അവഗണിക്കപ്പെട്ടവരോടൊക്കെ കരുണയുടെ ഒരു സാന്നിധ്യമായിട്ട് നമുക്ക് മാറാൻ കഴിഞ്ഞാൽ അനുഗ്രഹീതമായി ഈ ജീവിതം അർത്ഥപൂർണമായി. പുണ്യവതിയായ മേരി ജോസഫ് റോസല്ലോ കരുണയുടെ സുവിശേഷം ജീവിച്ചവൾ നമുക്കും വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു. നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന മേഖലകളിലും പ്രവർത്തിക്കുന്ന മേഖലകളിലും പരമാവധി ആർദ്രഹൃദയത്തോടെ, അനുകമ്പയോടെ, കരുണാർദ്രമായ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ചുവടുകൾ വയ്ക്കുക. അതിന് നമുക്കിടയാവട്ടെ. അങ്ങനെ യഥാർത്ഥ ക്രൈസ്തവരായി, സുവിശേഷത്തിന് സാക്ഷികളായി നമുക്ക് മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മിഴിപൂട്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് തിരിയാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധരെ ഞങ്ങൾക്ക് മാതൃകയും മധ്യസ്ഥരുമായി അങ്ങ് നൽകിയിട്ടുണ്ടല്ലോ. വിശുദ്ധ മേരി ജോസഫ് റോസല്ലോ കാരുണ്യത്തിൻ്റെ അടയാളമായി മാറിയ വലിയ വിശുദ്ധയെ ഞങ്ങളുടെ ജീവിതത്തിന് അവിടുന്ന് വഴികാട്ടിയാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാരുണ്യത്തിൻ്റെ സുവിശേഷമായി ജീവിക്കുവാൻ അനുകമ്പയോടും ആർദ്രതയോടും കൂടി അവരെന്നെ കാണാനും കരുതാനുമുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കുടുംബത്തിലും ജോലിയിടങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും ശുശ്രൂഷാ മേഖലകളിലും അങ്ങയുടെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ, സ്നേഹപൂർവ്വം മറ്റുള്ളവരെ കരുതാൻ
അങ്ങയുടെ ആത്മാവിൻ്റെ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, വിശുദ്ധ മേരി ജോസഫ് റോസല്ലോ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.